കുറെ ഫ്രണ്ട്സ് എന്റെ തുക്കുടുമണിയാണോ എന്ന് ചോദിച്ചിട്ട് ഒരു വീഡിയോ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, കടൽ മച്ച എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട്. ഈ കടലുമായി ബന്ധപ്പെട്ട കുറെ മീൻപിടുത്ത വീഡിയോസുകളൊക്കെ എടുത്തിട്ട് വൈറലായ ഒരു മനുഷ്യനാണ്. ഒരു ചെറുപ്പക്കാരാണ്. അദ്ദേഹത്തിന് അമ്മയും കൂടി വളരെ രസകരമായിട്ട് സാധാരണ രീതിയിലൊക്കെ സംസാരിച്ചിട്ട് വീഡിയോകളൊക്കെ ഇടുന്ന നല്ല കണ്ടന്റ് ക്രിയേറ്ററാണ്. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ, ഒരു മാസ്റ്റർ ബാറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഇങ്ങനെ ഗംഭീരമായിട്ട് വൈറലായി. ഞാൻ തന്നെ കാണുന്നത് ചില ട്രോളേഴ്സ് ഒക്കെ എടുത്ത് ഉപയോഗിക്കുന്ന ഞാൻ കണ്ടത്. അപ്പോൾ ഞാനിത് കുറെ തപ്പി നോക്കി, ഇതിന്റെ ഒറിജിനൽ എവിടെ, ഇത് എന്തുകൊണ്ട്, അത് ആരിൽ നിന്നാണ് വന്നിട്ടുള്ളത്, ഇത് എവിടെ നിന്നാണ് വന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചുമ്മാ സെർച്ച് ചെയ്തു. പക്ഷെ എവിടെയും കിട്ടുന്നില്ല. സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ AI-യുടെ ഏറ്റവും വലിയ അപകടകരമായിട്ടുള്ള ഒരു വേർഷനിലേക്ക് നമ്മൾ എത്തുന്നതാണ്. ഏതൊരു പയ്യൻ അല്ലെങ്കിൽ ഏതൊരു ചെങ്ങാതി, ഏതൊരു ആള്, ഒരു മനുഷ്യൻ ആണോ പെണ്ണാവട്ടെ, ഏതൊരാള് ഇത് ഈ ഒരു ചെറുപ്പക്കാരന്റെ വീഡിയോസുകളെല്ലാം എടുത്തിട്ട് ഇങ്ങനെ ഒരു മാസ്റ്റർബേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ഉണ്ടാക്കിയാണ്. ഇപ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് അത് നല്ല രസകരമായ ഒരു ഗംഭീര കേസ് കൊടുത്തിട്ട് കടൽ മച്ചൻ തിരികെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. കുറെ ഫ്രണ്ട്സ് എന്റെ തുക്കുടുമണിയാണോ എന്ന് ചോദിച്ചിട്ട് ഒരു വീഡിയോ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഗൈസ്, അതെന്റെ തുക്കുടുമണിയല്ല. അതുകൊണ്ട് ആ തുക്കുടുമണിയും ആ ബോഡി ഉണ്ടാക്കിയ ആൾക്കെതിരെ ഞാൻ കേസ് കൊടുത്തിട്ട് തരുന്നതായിരിക്കും. സോ തുക്കുടുമണി ഷെയർ ചെയ്തവർക്കെതിരെയും തുക്കുടുമണി ഉണ്ടാക്കിയ ആൾക്കെതിരെയും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇന്ത്യൻ പീനൽ കോഡിലും നിയമവ്യവസ്ഥയിലും ഭാരതീയ സംഹിതയിലും നല്ല വിശ്വാസമുണ്ട്. ഇതാണ് ഗംഭീരമായിട്ട് അവൻ ചെയ്ത ഒരു വീഡിയോ. എല്ലാ സംഗീതയിലും വിശ്വാസമുണ്ട്. നമ്മുടെ നിയമസംഹിതയിലൊക്കെ കൃത്യമായിട്ട് കേസ് നൽകിയിട്ടുണ്ട്. അതാരാണ് ആ വീഡിയോ ഉണ്ടാക്കിയെന്നതാണ്. നോക്കൂ, ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു യൂട്യൂബറുടെ ഒരാളുടെ ലൈഫ് കുളമാക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ മതി, ധാരാളം. ഇതിന്റെ യാഥാർത്ഥ്യം പോലും അന്വേഷിക്കാതെ ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളടക്കം നമ്മുടെ സോഷ്യൽ മീഡിയ മുഴുവൻ 1-2 ദിവസം ആഘോഷിച്ചു. ഏതൊരു പ്രമുഖ യൂട്യൂബറിന്റെ ഇങ്ങനത്തെ ഒരു വീഡിയോ വൈറലായിട്ടുണ്ടെന്ന് കേട്ടു. ഇവന്മാർക്ക് ഇതൊക്കെ തന്നെയാണ് പണി എന്നൊക്കെ പറഞ്ഞ് അപ്പോഴത്തിന് ട്രോളുകളൊക്കെ ഇറങ്ങി തുടങ്ങുന്നതാണ്. ഇതിന്റെ പിന്നാമ്പുറം അറിയാതെ, ഇതിന്റെ സത്യാവസ്ഥ അറിയാതെ സംഗതികളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു എന്നതാണ്. ഇതിന്റെ ഭാഗമായിട്ട് ഇവൻ അവിടെ പോയി വരുന്ന സമയത്ത് ഐ ട്രസ്റ്റ് ഇൻ ലോ, താങ്ക്സ് CM ഓഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റൊക്കെ ഇവൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ജസ്റ്റിസ് ഫോർ മച്ചാൻ, കടൽ മച്ചാൻ, see you in court എന്ന് പറഞ്ഞിട്ട് ആ ഒരു ആർക്കെതിരെയാണോ അത് ഗംഭീരമായിട്ട് കേസ് കൊടുക്കുന്ന ഒരു സംഗതിയൊക്കെ അദ്ദേഹം ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പോസ്റ്റ് കൂടി, ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ആ മനുഷ്യൻ എഴുതിച്ചത്. അതിങ്ങനെയാണ്: നന്ദി അമ്മ, യു മൈ റോൾ മോഡൽ, കേസ് ഫയൽഡ്. പല തവണ പലരും പല രീതിയിൽ പല സ്ഥലങ്ങളിൽ നിന്നും പല രീതിയിൽ ഉപദ്രവിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ പ്രതികരിക്കാതിരുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഞാനും അവർക്ക് തുല്യമാവും എന്ന് കരുതിയാണ്. ഈ തവണ പക്ഷേ മനുഷ്യ മനസാക്ഷിയെ പോലും തോൽപ്പിക്കുന്ന രീതിയിലാണ് എന്നെ ഉപദ്രവിച്ചത്. അതുകൊണ്ട് ഞാൻ ഇവിടെ തുടങ്ങുക ആണ് എൻ്റെ പോരാട്ടം, നിയമ വഴി. പക്ഷേ ഈ പോരാട്ടത്തിന്റെ വിജയം എൻ്റെ ഒപ്പമായിരിക്കും. കാരണം തെറ്റ് ചെയ്യാത്ത എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും നാൾ സ്നേഹിച്ച് വിശ്വസിച്ച് കൂടെ നിന്ന എല്ലാവർക്കും ഞാൻ ഉറപ്പ് തരികയാണ്, ഈ ഉപദ്രവിച്ച ആളുകളെ നിയമത്തിന് മുന്നിലും നിങ്ങളെ മുന്നിലും ഞാനും കൊണ്ടുവരും. അതിനുവേണ്ടി ഏത് അറ്റം വരെ പോവാൻ ഞാൻ തയ്യാറാണ്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് എൻ്റെ അമ്മയെ മാത്രം ബോധിപ്പിച്ചാൽ മതി. എനിക്ക് ഈ പോലീസ് ആൻഡ് സൈബറിൽ വിശ്വാസമുണ്ട്. എനിക്കെതിരെ AI ന്യൂഡ് വീഡിയോ, അതൊരു AI ന്യൂഡ് വീഡിയോ ആണ്. നാളെ എൻ്റെയോ നിങ്ങളോ ആരുടെയും ഇത്തരത്തിലുള്ള വീഡിയോസുകളൊക്കെ ഈസി ആയിട്ട് ഇറക്കാൻ പറ്റിയ രീതിയിൽ നമ്മുടെ ടെക്നോളജി ഒക്കെ വളർന്ന് വലുതായിട്ടുണ്ട്. ക്രിയേറ്റ് ചെയ്ത ആളെ അറസ്റ്റ് ചെയ്യുകയും പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടിയെടുക്കുവാനും വേണ്ടി തെളിവ് സഹിതം പരാതി നൽകി നിയമത്തിന്റെ വഴിയിൽ ഞാൻ ഏതറ്റ വരെ പോകാനും ഇനി നമ്മുടെ സമൂഹത്തിൽ ഒരാൾക്കും എതിരെ ഇത്തരം വ്യാജ പ്രചാരണം ഉണ്ടാവാതിരിക്കാനും വേണ്ടിയാണ് എൻ്റെ പോരാട്ടം. എൻ്റെ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഷെയർ ചെയ്ത AI മെറ്റ പ്ലാറ്റ്ഫോമുകൾക്കെതിരെ സഹിതമാണ് ഇപ്പോൾ കംപ്ലൈന്റ് ചെയ്തിരിക്കുന്നത്. എൻ്റെ കൂടെ നിന്ന കടൽ മച്ചാൻ, ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റ ആൻഡ് എല്ലാ ഫോളോവേഴ്സിനും നന്ദി, ഓച്ചിറ പോലീസ് സ്റ്റേഷനിലെ എല്ലാ ഓഫീസേഴ്സിനും നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ ഈ പോസ്റ്റ് എഴുതി അവസാനിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ഇത് പറയാനുള്ളൊരു കാര്യം, ഞാനൊരു വീഡിയോ ചെയ്യണോ വേണ്ടോ എന്നൊക്കെ എനിക്ക് ആലോചിച്ചു. പിന്നെ ഇത് പറയാനുള്ള കാര്യം, നാളെ എൻ്റെയോ നിങ്ങളുടെയോ ആരുടെയും ഒരു പക്ഷേ എൻ്റെയൊക്കെ ഇത്തരം വീഡിയോസുകളെല്ലാം എടുത്തിട്ട് ഒരുപക്ഷെ അത്തരത്തിലൊരു ന്യൂഡ് വീഡിയോ ഒക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഈ ഒരു AI ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അത്തരം വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് പണ്ടത്തെ ഡയലോഗ് ഏത് കുട്ടിക്കും പറ്റുന്ന ഒരു സംഭവമാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ദൃശ്യം മതിയോ ചില ആളുകളുടെ ജീവിതമൊക്കെ നശിക്കാൻ, ചില നൈർമല്യമുള്ള വളരെ പെട്ടെന്ന് തകർന്നു പോകുന്ന മനസ്സുള്ള ആളുകളൊക്കെ തങ്ങളുടെ ഇത്തരത്തിലൊരു വീഡിയോ പ്രചരിക്കപ്പെടുന്നു എന്നൊക്കെ അറിയുമ്പോൾ പിന്നെ അവര് വളരെ ഭീകരമായിട്ടുള്ള മാനസികമായിട്ട് തകർന്നു പോകുന്ന ആളുകളൊക്കെ ഉണ്ട്. അത്തരമുള്ള ആളുകൾ ഒരാളായിരുന്നു കടൽ മച്ചനെങ്കിൽ
അവൻ ആകെ ടെൻസ്ഡ് ആയിരിക്കും. പക്ഷേ ഇതിൻ്റെയൊക്കെ പുറകിൽ വേറെ കാര്യം കൂടി ഉണ്ട് കേട്ടോ. തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യം ഉള്ളിടത്തോളം കാലം നമുക്ക് ആരെയും പേടിക്കണ്ട. എൻ്റെ ഒരു ന്യൂഡ് വീഡിയോ ഇറങ്ങിയിട്ടുണ്ടോ? എൻ്റെ അല്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം അങ്ങനത്തെ ഒരു സന്ദർഭം, അങ്ങനത്തെ ഒരു സംഗതി എൻ്റെ ജീവിതത്തിൽ എവിടെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ എനിക്കത് പേടിക്കേണ്ട കാര്യമില്ല. എന്ന് പറയുന്ന പോലെ കടൽ മച്ചാനും ഇതിനെപ്പറ്റി ഒരു ലെവലേശം പേടി ആവശ്യമില്ല. പക്ഷേ ഇങ്ങനെ നശിപ്പിക്കപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ന്യൂഡ് വീഡിയോയെ വഴി ക്രിയേറ്റ് ചെയ്യപ്പെടാമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയത് നിസ്മിക മന്ദാന എന്ന് പറയുന്ന ആ ഒരു നടിയാണ്. അവര് വീഡിയോ ആയിരുന്നു, നഗ്ന വീഡിയോ ആയിരുന്നു, ബ്രസ്റ്റ് ഒക്കെ കാണുന്ന ഒരു വീഡിയോ ആയിരുന്നു ആദ്യമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഗംഭീരമായിട്ട് പ്രചരിപ്പിക്കപ്പെട്ടത്. അത് അവരുടെ വീഡിയോ തന്നെയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നടക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം. അത് അവരേതല്ല എന്നുള്ളത് പിന്നീട് വ്യക്തമായി നമ്മൾ അറിഞ്ഞിട്ടും. അതായത് ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇതൊന്ന് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ, നിയമപരമായിട്ട് കൃത്യമായിട്ട് അതിനെ എല്ലാ പേരും മറക്കപ്പെട്ടില്ലെങ്കിൽ ഇത് സോഷ്യൽ മീഡിയ കിടന്നിങ്ങനെ കളിക്കുന്നതാണ്. വല്ലപ്പോഴും നമ്മളുടെ വീഡിയോസിന് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരിക്കും. അതായത് ചില ആളുകളുടെ ജീവിതം പരിപൂർണ്ണത നശിപ്പിക്കാൻ പോലും ഇത്തരത്തിലുള്ള AI ക്രിയേഷൻസ് കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. എന്തായാലും കടലൻ മച്ചൻ ചെയ്ത കാര്യം ബിഗ് സല്യൂട്ട്. നീ ചെയ്ത് ഏറ്റവും നല്ല കാര്യമാണ്. ഗംഭീരമായിട്ട് കേസ് എടുത്തിരിക്കുന്നു. സംഗതികൾ മുന്നോട്ട് പോവുക. ഇപ്പോൾ നമ്മുടെ ഹേമ കമ്മിറ്റിയുമായിട്ട് പലർക്കെതിരെ പല രീതിയിലുള്ള പല ആരോപണങ്ങൾ വരുന്നുണ്ട്. ആരോപണം മാത്രമായി നിലനിൽക്കുകയാണ്. തെളിവുകളൊന്നും ഇവർക്ക് സബ്മിറ്റ് ചെയ്യാൻ കഴിയാത്തതുപോലെ. അപ്പോൾ ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കപ്പെട്ട വ്യക്തികളൊക്കെ ഇനി അവർ കൂടി പേടിക്കേണ്ടിയിരിക്കുന്നു. ഇവരൊക്കെ തിരിച്ച് അങ്ങോട്ട് ഇനി കേസ് ഫലിത മാനനഷ്ടം എന്ന് പറഞ്ഞ സംഭവം അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയായാലും ഇതൊക്കെ കൂടിയിട്ട് ആ ക്രിയേറ്റ് ചെയ്ത ആ നല്ല വ്യക്തിനെ എൻ്റെ പ്രിയപ്പെട്ട കടൽ മച്ചാൻ തന്നെ വീണ്ടും തിരികെ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്ന വിശ്വാസത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. ബൈ.